അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് വഞ്ചിക്കപ്പെട്ട് നമ്മളുടെ സഹോദരങ്ങൾ മതം മാറ്റപ്പെടുകയായിരുന്നു ചെയ്തത്. ബലം പ്രയോഗിച്ചും മതം മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. AD 712 ബലപ്രയോഗത്തിലൂടെയുള്ള മതം മാറ്റം ഭാരതത്തിൽ ആരംഭിച്ചത്. മുഹമ്മദ് ബിൻ കാസിമിന്റെ സിന്ധ് ആക്രമണത്തോട് കൂടിയാണ് അത് ആരംഭിച്ചത്. അന്നു തൊട്ട് അനേകായിരം ആൾക്കാരെ ബലപ്രയോഗത്തിലൂടെ മതം മാറ്റി. ആ മതം മാറ്റുമ്പോൾ പുതിയൊരു അനുഭവമാണ്, പുതിയൊരു ചരിത്രം. ഘർ വാപ്പസി എന്ന് അന്ന് ചിന്തിച്ചിട്ടില്ല. അന്ന് കാരണം താണ്ഡ്യബ്രാഹ്മണമൊക്കെ ഉണ്ടെങ്കിലും അതിൽ പറയുന്നത് വേദത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനാണ്. മതം മാറ്റപ്പെട്ടാൽ എന്ത് ചെയ്യും? അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതിരുന്നപ്പോൾ ബലപ്രയോഗത്തിലൂടെ അനേകായിരങ്ങൾ മതം മാറ്റപ്പെട്ടപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഇരുന്ന അവർ ഭാരതത്തിലെ ഋഷിമാർ തീരുമാനിച്ചതിന് പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരത്തിന്റെ ഭാഗമായി അന്ന് അവർ ഋഷിമാർ, സന്യാസിമാർ ഒന്നിച്ചുകൂടി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അനേക ആൾക്കാർ മതം മാറ്റുന്നു. പരിഹാരം എന്ത്? വേദങ്ങളിൽ ഇതിന് തക്ക തുല്യമായ ഒരാശയം ഇവർ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദേവല സ്മൃതി ഉണ്ട്, ചരിത്രത്തിലുണ്ട്. മോഡി കയറിയപ്പോൾ ഉണ്ടാക്കിയതല്ലാതെ 1000 കൊല്ലം മുമ്പ് ഭാരതത്തിലെ ഋഷിമാർ ഉണ്ടാക്കി വെച്ച സ്മൃതിയുടെ പേരാണ് ദേവല സ്മൃതി. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ആ ദേവല സ്മൃതിയുടെ ബഹുഭൂരിപക്ഷം ഭാഗവും മതം മാറ്റപ്പെട്ടു പോയവർക്ക് തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാനുള്ള അവർ ശുദ്ധികർമ്മങ്ങൾ, പാപങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ശുദ്ധികർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന വിധികളാണ് ദേവല സ്മൃതിയിൽ കൊടുത്തിരിക്കുന്നത്. 1000 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാ. അത് മോഡി ഉണ്ടാക്കിയതാ? അത് വിശ്വേശ്വര പരിഷത്ത് ഉണ്ടാക്കിയതാ? ആരുണ്ടാക്കിയതാ? എന്തിനാണ് ഇപ്പൊ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്? എന്തിനാണ് ഈ വൃത്തികെട്ട വർത്തമാനം പറയുന്നത്? ദേവല സ്മൃതി ഉണ്ടാക്കി. 2ാം ഘട്ടം ഘർ വാപ്പസി നടത്തിയത് ഞാൻ പറഞ്ഞല്ലോ. ഡൽഹി ഭരണം മുസ്ലിം സുൽത്താൻമാരുടെ കീഴിലായി കഴിഞ്ഞപ്പോൾ അവർ ഡെക്കാൻ ഭാഗത്തേക്ക് ആക്രമിച്ചു വന്ന ആദ്യ യുദ്ധത്തിൽ കീഴടക്കപ്പെട്ട 2 രാജകുമാരന്മാരാണ് ഹരിഹരനും ബുക്കരായനും. ആ ഹരിഹരനെയും ബുക്കരായനെയും പിടിച്ചുകൊണ്ടുപോയി മതം മാറ്റി. അവർ കഴിവുള്ളവരായതുകൊണ്ട് ഖിൽജി രാജ്യവംശ രാജാക്കന്മാർ ഇവരെ അവരുടെ മുസ്ലിം ഭരണത്തിന്റെ സൈന്യാധിപന്മാരാക്കി. അങ്ങനെ ഇസ്ലാം മത പട്ടാള തലവന്മാരായി ജീവിച്ചുകൊണ്ടിരിക്കെ അവർ രഹസ്യമായി തിരിച്ച് ഒരിക്കൽ വരികയും വിദ്യാരണ്യ സ്വാമികളെ കാണുകയും ചെയ്തു. ഇങ്ങ് മധ്യക്ക് വിദ്യാരണ്യ സ്വാമികളുമായി സംസാരിച്ച് രഹസ്യമായി ഹരിഹരനെയും ബുദ്ധനെയും മുസ്ലിമായ അവരെ വിദ്യാരണ്യ സ്വാമികൾ തിരിച്ചു മതം മാറ്റി. പേര് മാറ്റാതെ അവർ തിരിച്ച് ഡൽഹിയിൽ പോയി സുൽത്താന്റെ കീഴിൽ തന്നെ കുറക്കാലം കൂടി ഭരണം നടത്തി, യുദ്ധം നടത്തി സുൽത്താന് വേണ്ടി. അങ്ങനെ ഇരിക്കെ രഹസ്യമായി ഡക്കാൻ പ്രദേശത്ത് ഹിന്ദു സൈനിക സജ്ജീകരണം നടത്തി ഏകദേശം ബലമായി എന്ന് തോന്നിയപ്പോൾ അവർ തിരിച്ചു വരികയും തെക്കൻ പ്രദേശത്തെ ചെറിയ ചെറിയ പ്രദേശങ്ങളെ കീഴടക്കി 1336 വിജയനഗരം സാമ്രാജ്യം സ്ഥാപിച്ചു. ഘർ വാപ്പസി നടത്തിയ ഹരിഹരനും ബുദ്ധനുമാണ് ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. അവർ വിശ്വ ഹിന്ദു പരിഷത്തായിരുന്നില്ല, അവർ മോഡിയുടെ വക്താക്കളായിരുന്നില്ല. ഭാരത ചരിത്രത്തിലെ ഏറ്റവും സുവർണമായ ഘട്ടം കൃഷ്ണദേവരായരുടെ കാലം അടക്കമുള്ള വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഘർ വാപ്പസി നടത്തിയതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അത് ഇന്നുണ്ടായതല്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 7 നൂറ്റാണ്ട് മുമ്പ് നടന്നതാണ്. അതിനുശേഷം 3ാം ഘട്ടം ഘർ വാപ്പസി നടത്തിയത് 1498 ശേഷം. അന്നെന്താ വിശേഷം? അന്നാണല്ലോ വാസ്കോഡി ഗാമ ഭാരതത്തിൽ വന്നത്, കേരളത്തിൽ വന്നത്, കാലുകുത്തിയത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത്. അങ്ങനെ വന്ന് യൂറോപ്യന്മാർ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം യുദ്ധം നടത്തി ബലം പ്രയോഗിച്ച് മതം മാറ്റി. എത്രയോ ആൾക്കാർ, അനേകായിരം ആൾക്കാരെ, മുക്കുവരെ അല്ലാത്തവരെ. ഗോവൻ ഇൻക്വിസിഷൻ നിങ്ങൾ ആകുമെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുക. ഗോവൻ ഇൻക്വിസിഷൻ എന്ന ഒരു ചരിത്രം കിട്ടും. അല്ലെങ്കിൽ ഹരിയർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഗോവയുടെ
കഥ അല്ല, ഗോവയിലെ മതപരിവർത്തനം കഥയും വ്യഥയും. ഗോവൻ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ചരിത്രം നെറ്റിലും പുസ്തകങ്ങളിലും കിട്ടും. ഗോവ ഇൻക്വിസിഷൻ എത്ര അനേകായിരം പേരെ കൊന്നൊടുക്കിയതിന്റെ, ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ, ആര് പുരോഹിതൻ ബിഷപ്പ് നിന്നുകൊണ്ട് ബിഷപ്പിന്റെ സാന്നിധ്യത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു. ഗോവയിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ തച്ചു തകർത്തു, അവിടെ മുഴുവൻ പള്ളികളുണ്ടാക്കി, ബലം പ്രയോഗിച്ച് മതം മാറ്റി, മാറാത്തവരെ കൊന്നുകളഞ്ഞു. ആരാ? ദൈവത്തിന്റെ പേര് സെന്റ് സേവിയർ. ഒരു പേര് പരിചയമുണ്ടല്ലോ. ഈ സേവിയറിന്റെ നേതൃത്വത്തിലായിരുന്നു ഗോവയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയത്. എത്ര ലക്ഷം പേരെ കൊല്ലുമ്പോഴാണ് ഒരാളെ സെയിന്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്? ക്രൈസ്തവ മതത്തിന്റെ പുരോഹിതന്മാരും നേതാക്കന്മാരും ഉത്തരം പറയുന്നതാണ്. കൊലപാതകത്തിന്റെ എണ്ണമാണോ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ മാനദണ്ഡം? ഗോവ തൊട്ട് കന്യാകുമാരി വരെയുള്ള തീരപ്രദേശങ്ങളിൽ 10,000 മുച്ചൂട് മുടിച്ചു കളഞ്ഞ സേവ്യർ പുണ്യാളൻ ആക്കിയ ക്രൈസ്തവ മതം ഭാരതത്തിന്റെ കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ മുഖത്ത് ആട്ടുക ചെയ്തത്, തുപ്പുക ചെയ്തത്, കൊലപാതകയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതിലൂടെ. ഇരിക്കട്ടെ, അന്ന് ഗോവയിൽ പീഡനം നടത്തിയപ്പോൾ അവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട കൊങ്ങിണികൾ എന്ന് പറഞ്ഞ് അവരാണ് ഈ കേരളത്തിന്റെ തീരങ്ങളിലുള്ളത്. കാസർഗോഡ് തൊട്ട് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന കൊങ്ങിണി സമുദായമില്ലേ, നമ്മളെ ഈ പണ്ട് കിട്ടുന്ന അത്തരം പേരുകൾ. പയ്യ ഇവിടെ നമ്മുടെ ഇവിടെയുണ്ട്, കോട്ടയത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പയ്യെന്നും ഭട്ടെന്നും ഒക്കെ പേര് അവസാനിക്കുന്ന ആ അനേകം വിഭാഗങ്ങൾ ഓടിപ്പോന്നതാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ, ബലപ്രയോഗത്തിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവത്തെയും വിശ്വാസത്തെയും നെഞ്ചേറ്റി ഗോവയുടെ പുറത്തു കൊണ്ടുപോയി വിശ്വാസത്തെ സംരക്ഷിച്ച ജനതയാണ് അവർ. ആകുന്നത്ര അമ്പലങ്ങൾ പുറത്തു കെട്ടി തിരിച്ചു ഗോവയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചെത്തുകയും ആകുന്നത്ര ആരാധനാലയങ്ങൾ പുതിയതായി കെട്ടുകയും ചെയ്തു. മതം മാറിപ്പോയവരെ കുറെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഗോവയിൽ ഖർവാപ്പസി നടത്തിയത് ആരാ? RSS അല്ല, വിശ്വ ഹിന്ദു പരിഷത്തല്ല, വേറെയുമുണ്ട്. സെന്റ് സേവിയർ 1545 ജോൺ ബിഷപ്പ് പോപ്പ് ജോൺ മൂന്നാമന്റെ കത്തുമായിട്ടാണ്. കത്തിന്റെ കോപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്, സമയക്രമോട് ഞാൻ വായിക്കുന്നില്ല. ആ കത്തിൽ പറയുന്നത്, ഈ വിശ്വാസത്തെ നിങ്ങൾ പരത്തുക, ബലം പ്രയോഗിച്ച് നമ്മളുടെ രാജധാനിയായ ഗോവയിൽ പോലും മറ്റ് വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർ പാടില്ല. അതുകൊണ്ട് അവരെ മുഴുവൻ ഏത് ബലം പ്രയോഗിച്ചും തിരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം എന്ന പോപ്പിന്റെയും അവിടുത്തെ രാജാവിന്റെയും കത്തുമായിട്ടാണ് ഈ സെന്റ് സേവിയർ എന്ന ആൾ വന്നതും ഈ കൂട്ടക്കൊല നടത്തിയതും. 4ാം ഘട്ട ഖർവാപ്പസി, ഞാൻ വേറെ പറഞ്ഞു പോവുകയാണ്. 4ാം ഘട്ട ഖർവാപ്പസി നടത്തിയത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ തുടർന്നാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ആദ്യം നടത്തിയത്. അവർ നേരെ മതപരിവർത്തനം നടത്തുകയായിരുന്നില്ല, കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ, ഞാൻ പറഞ്ഞതുപോലെ ആരാധനയെ കുറിച്ചൊക്കെയുള്ള തെറ്റായ പഠിപ്പിക്കലിലൂടെ ഭാരതീയ മതങ്ങളോട് അപകർഷബോധമുള്ളവരാക്കി മാറ്റി വിദ്യാസമ്പന്നരെ. കൽക്കട്ടയിൽ ആദ്യമായി ഇംഗ്ലീഷ് പഠിച്ചിറങ്ങിയ 23 പേരോ മറ്റോ ആണ് ആദ്യ ഡിഗ്രി ബാച്ച്. അവർ മുഴുവൻ ക്രിസ്ത്യാനികളായി മാറിയെന്ന് അവരുടെ തന്നെ രേഖയിൽ ബ്രിട്ടീഷുകാരുടെ രേഖയിൽ. കൽക്കട്ടയിലെ ആദ്യ ഇംഗ്ലീഷ് കോളേജിലെ ആദ്യ ബിരുദക്കാരുടെ ബാച്ച് മുഴുവൻ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതം സ്വീകരിച്ചു. അങ്ങനെയായിരുന്നു അവർ മതപരിവർത്തനം ആദ്യം നടത്തിയത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നാട്ടുരാജ്യങ്ങളിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ സംഘർഷമുണ്ടായി. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ കുറച്ചൊക്കെ തടസ്സം ഉണ്ടാക്കിയത്. അങ്ങനെ സുവിശേഷകന്മാർ ഖണ്ഡമാനം പ്രവർത്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും അത് 4ാം ഘട്ടം. 5ാം ഘട്ട മതപരിവർത്തനവും ഖർവാപ്പസിയും ആരംഭിച്ചത് നെഹ്റുവിന്റെ കാലം മുതൽ. അതും ഒരു ചരിത്രസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് പറയാൻ കാരണം 1950 ഭാരതത്തിന്റെ ഭരണഘടന പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അന്നുവരെ ഭാരതത്തിന് വെളിയിലുണ്ടായിരുന്ന പ്രവേശിക്കാതെ നിന്ന അനേകം സുവിശേഷ
സുവിശേഷ സംഘടനകൾ ഭാരതത്തിലേക്ക് വന്നത് ഭരണഘടനയുടെ പിൻബലത്തിൽ. അതുവരെ ചില നാട്ടുരാജ്യങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുവരെ ചില പ്രദേശങ്ങളിൽ സുവിശേഷകന്മാരെ സർവതന്ത്ര സ്വതന്ത്രരായി അയച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലം കഴിഞ്ഞു. സ്വതന്ത്ര ഭാരതമായതിനു ശേഷം ഭരണഘടന നിർമ്മിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് ആർക്കും വരാം, എന്തു മതവും പ്രചരിപ്പിക്കാം, ഓരോ മതം മാറ്റാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ചർച്ചയുണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തു. സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ KM മുൻഷിയെ പോലെയുള്ളവരും മറ്റു പലരും പറഞ്ഞു, ദയവായി മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാനും ആചരിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യമായിരിക്കണം, പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആകരുത് എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ അതും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റുവിന്റെ മുൻകൈയിലാണ് പ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യവും കൂടി നൽകിയത്. ആ സ്വാതന്ത്ര്യത്തിന്റെ മറ ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ സുവിശേഷ സംഘടനകളും ഭാരതത്തിലേക്ക് വന്നതും 1950 മുൻപുണ്ടായിരുന്നതിന്റെ 10 മടങ്ങ് വിദേശ മിഷണറിമാരും വിദേശ സംഘടനകളും ഭാരതത്തിലേക്ക് വന്നു. അവിടെയായിരുന്നു 5ാം ഘട്ട മതപരിവർത്തനവും. മതപരിവർത്തനം നടത്തിയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമവും ഉണ്ടായത്. ഈ ഘർ വാപ്പസി 1000 വർഷം മുമ്പ് നടന്നത് ഞാൻ പറഞ്ഞു, 1336 നടന്നത് ഞാൻ പറഞ്ഞു, അതിനുശേഷം നടന്നത് പറഞ്ഞു. കേരളത്തിലെ ഏതാനും ഘർ വാപ്പസി സംഘപരിവാറുകാർ നടത്തിയതല്ലാത്തത് ഞാൻ പറയാം. അയ്യാർ വൈകുണ്ഠ സ്വാമികൾ തിരുവനന്തപുരം, കേരളത്തിന്റെ തെക്കേ അറ്റത്ത്, ഇന്ന് കന്യാകുമാരിയിൽ, അദ്ദേഹം ഘർ വാപ്പസി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തല്ല, അദ്ദേഹം RSS അല്ല. കാരണം RSS തുടങ്ങിയിട്ടില്ലല്ലോ. അയ്യാർ വൈകുണ്ഠ സ്വാമികൾ ഘർ വാപ്പസി നടത്തിയപ്പോൾ ആ ഘർ വാപ്പസി നടത്തിയതിനെതിരെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഞങ്ങളുടെ മതപ്രചാരണത്തിന് തടസ്സമുണ്ടാക്കുന്നു, സുവിശേഷ വേലയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരം പ്രദേശത്തെ സുവിശേഷ സംഘടനകൾ ബ്രിട്ടനിലേക്ക് അവർ കത്തയച്ചു. ഈ ചെകുത്താൻ കാരണം ഞങ്ങൾക്ക് വേണ്ടും പോലെ മതം മാറ്റാൻ പറ്റുന്നില്ല എന്ന്. ഭാരതത്തിലെ ഒരു ഋഷിയെ, ഞാൻ അലങ്കാരത്തിന് പറഞ്ഞതല്ല, ഇത് അവരയച്ച കത്തിന്റെ കോപ്പിയാണ്. എക്സ്ട്രാക്ട് ഫ്രം ദി ആനുവൽ റിപ്പോർട്ട് ഓഫ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ജെയിംസ് ടൗൺ മിഷൻ ഡിസ്ട്രിക്ട് ഫോർ 1863. അതാണ് അവർ അയച്ച കത്താണ്. അതിന്റെ മലയാളത്തിലുള്ള പ്രസക്തമായ 2 വരി ഞാൻ വായിക്കാം. വാസ്തവത്തിൽ നമുക്കാർക്കും ഉറങ്ങാനുള്ള സമയമല്ലിത്. എന്നാൽ ശത്രുക്കൾ ദൈവത്തിന്റെ ആൾക്കാരായി, ദാസന്മാരായി ആത്മനശീകരണ പ്രക്രിയയിൽ ആസക്തരായിരിക്കുന്നു. ഈ വിഡ്ഢിത്തം എത്ര വലുതായാലും അതിന് സുവിശേഷത്തെക്കാൾ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ വിഡ്ഢിത്തമാണ്, പക്ഷെ സുവിശേഷത്തെക്കാളും വലിയ പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വളരെ മുമ്പല്ലാതെ ജീവിച്ചിരുന്ന മുത്തുക്കുട്ടി എന്ന സാത്താനെ ആരാധിക്കുന്നത്, മുത്തുക്കുട്ടി എന്ന് പറയുന്നത് ആണ് അയ്യാർ വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേരാണ് മുത്തുക്കുട്ടി. അദ്ദേഹത്തിനെ ഏറ്റവും പരിഷ്കൃത മതത്തിന്റെ നേതാക്കന്മാർ സംബോധന ചെയ്തിരിക്കുന്നതാണ് മുത്തുക്കുട്ടി എന്ന സാത്താനെ ആരാധിക്കുന്നത് കർത്തൃദിനത്തിൽ തന്നെ നടക്കുന്നു, ആരാധനയിൽ നടത്തപ്പെടുന്നു. നമ്മുടെ ഗ്രാമീണ പള്ളികളെ പോലുള്ള കെട്ടിടത്തിൽ അയാളുടെ അനുയായികൾ കൂടി വരുന്നു. ഇവർ നൃത്തം വയ്ക്കുകയും പ്രാർത്ഥനയുടെ സിംഹഭാഗവും വലിയ ശബ്ദമുണ്ടാക്കി അജ്ഞരായ ആത്മാക്കളുടെ വിഡ്ഢിത്തത്തിന് പറ്റിയ രീതിയിൽ അപേക്ഷിക്കുകയും ചെയ്യുകയാൽ അവർ സുവിശേഷ വചനങ്ങൾ അനുസരിക്കുന്നതിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. മുത്തുക്കുട്ടി എന്ന ഈ സാത്താൻ കാരണം സുവിശേഷ വേലകളൊന്നും വേണ്ടും വണ്ണം നടക്കുന്നില്ല, വന്നവരൊക്കെ തിരിച്ചു പോകുന്നു എന്ന് ഘർ വാപ്പസി നടത്തി മുത്തുക്കുട്ടി എന്ന വല്ലാണ്ട് ഒച്ച വെച്ചുകയും കൂവുകയും ആർക്കുകയും ചെയ്യുന്നത് പമ്പര വിഡ്ഢിത്തമാണ് എന്ന് ഈ വാക്ക് നമ്മുടെ തങ്കു പാസ്റ്റർ വായിച്ച് കേൾപ്പിക്കുന്നതാണ് അല്ലെ. അവിടെ നടക്കുന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണ്? അലറി വിളിക്കലും
ബാധിച്ചതുപോലെയുള്ള ബഹളം കൂട്ടുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. പറഞ്ഞു വന്നത്, മുത്തുക്കുട്ടി കാരണം സുവിശേഷ വേല വിജയിക്കുന്നില്ല, പോയവർ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നവർ തിരിച്ചു വീണ്ടും പോകുന്നു, മുത്തുക്കുട്ടിയുടെ ആരാധകരായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഒന്നല്ല, 1864 അവർ വീണ്ടും കത്തയച്ചു. എക്സ്ട്രാക്ട് ഫ്രം ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദി LMS ശാന്തപുരം മിഷൻ ഡിസ്ട്രിക്ട് ഫോർ 1864. അതിൽ ഏതാനും വർഷം മുൻപ് മുത്തുക്കുട്ടി എന്ന് പേരുള്ള ഒരു പനകയറി, ഉപയോഗിക്കുന്ന വാക്കൊക്കെ ശ്രദ്ധിക്കണം. പനകയറി എന്ന് പറയാൻ കാരണം അച്ഛൻ പനകയറ്റമായിരുന്നു ജോലി, അയ്യാവൈകുണ്ഠ സ്വാമികൾക്ക്. പക്ഷെ ഒരു മഹാനായ ഗുരുവായ അനേക ലക്ഷം ആൾക്കാരുടെ ഒരു ആചാര്യനെ സംബോധന ചെയ്യുന്ന വാക്കിന്റെ മാന്യത ആലോചിച്ച് നോക്കണം. മുത്തുക്കുട്ടി എന്ന് പേരുള്ള ഒരു പനകയറി മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ധാരാളം പേരെ കബളിപ്പിച്ചു വന്നു. അയാളുടെ അനുയായികൾ അനേകം സ്ഥലങ്ങളിൽ പഗോഡകൾ സ്ഥാപിച്ചു. അവർ അയാളെ വിഷ്ണുവിന്റെ അവതാരമായി കാണുന്നു. മുത്തുക്കുട്ടിയെ ആരാധിക്കുന്നത് ഈശ്വരനെ ആരാധിക്കുന്നതിന് തുല്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് ഏർപ്പെടുന്ന തടസ്സങ്ങളിൽ ഒന്നാണ് ഈ വ്യാജൻ. ആരാ ഖർവാപ്പസി നടത്തിയത്? സംഘപരിവാറാണോ? 200 കൊല്ലം മുമ്പത്തെ കേസാ, 1.5 നൂറ്റാണ്ട് കൊല്ലം മുമ്പത്തെ കേസാണ്. സംഘപരിവാറല്ല മുത്തുക്കുട്ടി എന്ന അയ്യാവൈകുണ്ഠ സ്വാമികൾ. ഒരു വാക്യവും കൂടി വായിക്കാം. LMSന്റെ നാഗർകോയിൽ മിഷൻ ഡിസ്ട്രിക്ട് 1874 ലണ്ടനിലേക്ക് അയച്ച കത്തിലെ പ്രസക്ത ഭാഗം. ദക്ഷിണ തിരുവിതാംകൂറിലെ താമരക്കുളം ഉൾപ്പെടുന്ന പ്രദേശത്താണ് സുവിശേഷ പ്രചാരണത്തിന് ആദ്യത്തെ ആക്രമണം നടത്താൻ സാധിച്ചതും ആദ്യ വിജയം ലഭിച്ചതും. ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. പുരോഗതി വേഗത്തിലുമായിരുന്നു. അനുയായികൾ കൂട്ടമായി വന്നു. 1721 1200-ലധികം പേര് മതം മാറി. താമസിയാതെ തന്നെ മുഴുവൻ പേരെയും കുരിശിന്റെ വഴിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നി. എന്നാൽ മുത്തുക്കുട്ടീസത്തിന്റെ ആവിർഭാവം ഞങ്ങളുടെ ശ്രമങ്ങളെ ഭയാനകമായി തടസ്സപ്പെടുത്തി. ഈ സാത്താന്റെ തന്ത്രപരമായ ഗൂഢാലോചനകളുടെ ഫലമായി ഈ പ്രദേശങ്ങളിലെ പ്രവർത്തന പുരോഗതി തടസ്സപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നു. ആ മുത്തുക്കുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് തിരുവിതാംകൂർ ഉണ്ടാകുമായിരുന്നില്ല. ശ്രീപത്മനാഭനെ ഇന്ന് ആര് കൊണ്ടു നടക്കുമായിരുന്നു എന്ന് ആലോചിക്കുക. അവിടെ തർക്കമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. സ്വത്ത് ആരുണ്ടാക്കണമെന്ന്, ആര് സംരക്ഷിക്കണം, പട്ടാളം വേണോ പോലീസ് വേണോ എന്നത് അംശമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഖർവാപ്പസി കേരളത്തിൽ, ആധുനിക കേരളത്തിൽ ആദ്യമായി നടത്തിയത് അയ്യാവൈകുണ്ഠ സ്വാമികളാണ്, സംഘപരിവാറല്ല. 150 കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. RSS തുടങ്ങിയിട്ട് 80 കൊല്ലമായിട്ടേ ഉള്ളൂ. ഖർവാപ്പസി ഇന്ന് തുടങ്ങി എന്നല്ലേ നമ്മൾ അറിയുന്നത്. മോളി കയറിയപ്പോ തുടങ്ങി. എന്നോട് കഴിഞ്ഞ ദിവസം ഏതൊരു പരിപാടിക്ക് പോയപ്പോ ഒരാൾ സംസാരിച്ചു. ഇപ്പോ ഈ നമ്മുടെ ഒരു പ്രമുഖനായ ആള്, ഞാൻ പേര് മറന്നുപോയി, ഏതാ പരിപാടിയെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ടല്ലോ, മോഡി കയറിയിട്ട്, നമ്മുടെ അനുഭവത്തിലാണ് പറയുന്നുണ്ട്, ഇതെത്തല്ല, മോഡി കയറിയിട്ട് ഒരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താണോ അതൊക്കെ കൊള്ളാൻ കേട്ടോ, വേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണക്കാരൻ വരെ ധരിച്ചു വെച്ചിരിക്കുന്നത് മോഡിയുടെ സർക്കാരിന്റെ ഒരു പദ്ധതിയാണെന്ന. എത്ര നൂറ്റാണ്ട് ഇത്രയും പഴക്കമുള്ള ഒരു കേസ് ഇത്. ഒന്ന്, അയ്യാവൈകുണ്ഠ സ്വാമികൾ മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിട്ടുണ്ട് ഈ ഖർവാപ്പസി. ശ്രീനാരായണ ഗുരുദേവൻ SNDPയുടെ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും മതം മാറിപ്പോയ ഈഴവ സമുദായത്തെ തിരിച്ചു